ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്തായിരുന്നു സിനിമയുടെ പേര്? മജ MGR എന്നാണ്. മജ ഗജ രാജ അങ്ങനെ എന്തോ ആണ് സിനിമയുടെ പേര് കേട്ടോ. വിശാലാണ് അഭിനയിച്ചിരിക്കണ. അഞ്ജലി, പിന്നെ ശരത് കുമാറിന്റെ മോള്, സന്താനം. ഈ സിനിമ കാണാനായിട്ട് ഞാൻ എന്തിനു പോയി എന്നുള്ളതിന്റെ ഒരേ ഒരു ഉത്തരം, സന്താനം എന്ന് പറയുന്ന കൊമേഡിയൻ എന്ന് പറയുന്ന മനുഷ്യൻ. അയാള് ഒരു ടൈമില് സന്താനം ആര്യ, സന്താനം മറ്റേ ഉദയനിധി സ്റ്റാലിൻ, അതേപോലെ സന്താനം, അങ്ങനെ സന്താനം ഒരു മറ്റേ പണ്ട് വടിവേലുവും വിജയും എന്നൊക്കെ പറഞ്ഞ പോലെ സന്താനവും അന്ത കാലത്തുള്ള ആക്ടേഴ്സും തമ്മിലുള്ള കുറെ കോമ്പിനേഷൻ പടങ്ങളുണ്ട് ഒരു സമയത്ത്. അതായത് 2010, 11, 12, 13 ആയപ്പോൾ ഐ തിങ്ക് പുള്ളി ഇതൊക്കെ നിർത്തിയിട്ട് നടനാവാൻ വേണ്ടി, സ്വന്തമായിട്ട് നടനാവാൻ വേണ്ടി തീരുമാനിക്കുകയും പിന്നെ കോമഡി പടങ്ങൾ ചെയ്തിട്ടില്ല. അതായത് സൈഡ് കിക്ക് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല. പിന്നെ പുള്ളി തന്നെ നടനായിട്ട് പുള്ളി കോമഡി ചെയ്യുന്ന പരിപാടി, അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഇപ്പോഴും പച്ച പിടിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്ക് തോന്നി കാണും അത് പുള്ളി അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കണമെന്നൊക്കെ വിചാരിച്ചായിരിക്കും പുള്ളി അത് ചെയ്തത്. അപ്പൊ ഈ പടം 2012 ഷൂട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു ഈ വിശാല് മറ്റേ സ്റ്റുഡിയോ ബൂത്തിൽ കയറി ഇരുന്നിട്ട് വെള്ളി ഇടണ ഒരു കട്ട മീമുണ്ട്. അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി ഞങ്ങൾക്ക് കിട്ടും. ആ മീം ഈ പടത്തിലെ പാട്ടിൽ നിന്നാണ് വന്നേക്കണത് കേട്ടോ. അതായത് വിജയ് ആന്റണിയാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അതായത് നമ്മുടെ പിച്ചൈക്കാരൻ എന്നൊക്കെ പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ, നടനും ഡയറക്ടറായ അങ്ങേര് തന്നെ. മടിസത്തുന്ന തോൽവി വെച്ച് മേലെ കെട്ടി ആ പാട്ടൊക്കെ അങ്ങേരാണ് ചെയ്തേക്കണം, വിജയ് ആന്റണി. അതേപോലെ ഡേലാമോ. അപ്പൊ അങ്ങേരാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തേക്കണം. ഇതിൽ വിശാൽ ഒരു വെള്ളി ഇട്ട് പാടുന്ന ഒരു പാട്ടുണ്ടോ, അയ്യോ തിയേറ്ററിൽ ആഘോഷമായിരുന്നു ആ പാട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സിനിമ കാണാനായിട്ട് എന്നെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തൊരു സാധനം സന്താനമാണ്. ആൻഡ് ഈ പടത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ പടത്തിന്റെ ആകെയുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നതും സന്താനമാണ്. പിന്നെ ചില തമാശയൊക്കെ ആസ്ഥാനത്താണ്. പൊന്നു മക്കളെ, നമ്മൾ തന്നെ ഇതൊക്കെ എങ്ങനെ പറയണേന്ന് നമ്മൾ ചിന്തിച്ചു. ചില കൗണ്ടേഴ്സ് സന്താനത്തിന്റെ കിടിലമായിരുന്നു. ടൈമിങ് മനുഷ്യൻ വേറെ ലെവലാണ് അങ്ങേര്. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ മരിച്ചുപോയ മറ്റേ പുള്ളിയുടെ പേരെന്തായിരുന്നു, അയാളെ ഒരു സാധനം ഉണ്ടടേ. അയ്യോ, ഞാൻ അത് കട്ട ടോം ആൻഡ് ജെറി സാധനമാണ്. പക്ഷെ എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല. ബിക്കോസ് ശരിയാണ്, ഞാൻ പറയും നമ്മളൊക്കെ ഇപ്പം അങ്ങനെ സിറ്റുവേഷണൽ കോമഡി അങ്ങനെയൊക്കെ ഒരു എന്ന് മാത്രം ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് ചില മറ്റേ ഈ പറക്കും തളിക പോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു കോമഡി എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ പടത്തിൽ ഞാൻ പറയും ഇത് നമുക്ക് ഒരിക്കലും അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇപ്പൊ കുറവാണ്. അത് നമ്മളെ ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, തമിഴ് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രിയിലും അങ്ങനത്തെ സ്ലാപ്സ്റ്റിക് കോമഡികൾ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാർ ഇപ്പൊ കുറവാണ്. അതുകൊണ്ടാണ് ആ സാധനം നമ്മൾ എൻജോയ് ചെയ്യാത്തത്. ഇപ്പോൾ മാർക്ക് ആന്റണി എന്ന് പറഞ്ഞ സിനിമയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായി ചിരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊറ്റ ഉത്തരേ ഉള്ളൂ. ആ പടത്തിലും SJ സൂര്യയുടെ അഴിഞ്ഞാട്ടമാണ് ആ സിനിമയിൽ നമ്മൾ ഒരുപാട് ചിരിച്ചു. ഒറ്റ സിൽക്ക് സുമിതയുടെ സീനും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനത്തെ സാധനം ചെയ്യാൻ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്ത് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ആൻഡ് ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, വെറും കച്ചറ കൂറ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഫ്ലാഷ് അടിക്കണ പോലത്തെ മറ്റേ എഫക്ട്സുകളും ഒരേ സമയത്ത് 10 മറ്റേ വിൻഡോ വരുന്ന എഡിറ്റ്സ്, മറ്റേ ഒരു ഫോൺ മാറി കാറാവുന്ന എഫക്ട്സ്, പിന്നെ മറ്റേ ഫ്ലാഷ് ബാക്കിന് എന്തൊക്കെയോ, അയ്യോ അങ്ങനെയൊക്കെ കട്ട കോമഡിയാണ്. 2012 എഡിറ്റ് ചെയ്ത് വെച്ച പടമാണ്. അപ്പൊ അത് ആലോചിച്ച് വേണം സിനിമ പോയി കാണേണ്ടോ. അതായത് ഒരുപാട് സാധനങ്ങൾ, മറ്റേ കാറിനെ സ്കിഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ മണലിട്ടേക്കണത്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ സിനിമയിൽ അതൊക്കെ കാണിക്കും. ബിക്കോസ് അന്ന് ഇപ്പോഴത്തെ പോലെ അല്ല. ഇപ്പൊ ആൾക്കാരത് പിൻ പോയിന്റ് ചെയ്യാൻ അവർക്ക് മനസ്സിലാവും. നമ്മൾ വെറുതെ തറയെ വീഴുമ്പോൾ ഷീറ്റ് കാണാൻ പറ്റും. അതൊക്കെ അന്നത്തെ കാലത്ത് അതൊന്നും അവർ ഇറേസ് ഒന്നും ചെയ്യില്ല, അത്രയ്ക്ക് മെനക്കെടൂല, CG വർക്കൊന്നും ഇല്ല. ഇപ്പോഴാണ് അതൊക്കെ CG ചെയ്തിട്ട് നിർത്തിയാകും, മനസ്സിലായില്ലേ? അപ്പൊ അന്നത്തെ ആ സാധനം, ഒരു വണ്ടി വേറൊരു വണ്ടി കൂടെ ഇങ്ങനെ ഇടിക്കാൻ പറഞ്ഞ സ്ഥലത്ത് നിപ്പില് ലൊക്കേഷൻ തന്നെ മാറുകയാണ്. ആ വണ്ടി ഇടിച്ചു കഴിയുമ്പോൾ വേറെ ലൊക്കേഷൻ, അങ്ങനെയൊക്കെ ഉള്ള കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകൾ, ഓവറായിട്ടുള്ള അഭിനയം. അയ്യോ, ഇതില് വരലക്ഷ്മി, അത് തന്നെ സരത് കുമാറിന്റെ മോളെ പേര് വരലക്ഷ്മിയും അഞ്ജലിയും. എൻ്റെ അമ്മേ, സത്യം പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേവല് കാണിക്കുക, കുട്ടിക്കുപ്പായ ഇടുക, ലൈക്ക് ലിറ്ററലി ഒബ്ജക്ടിഫൈയിങ് വുമൺ. ബിക്കോസ്
അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരൻ സുന്ദർ സി ആണ് കേട്ടോ ഡയറക്ട് ചെയ്തേക്കണം. ഈ സുന്ദർ സിക്ക് ഒരു വലിയ ഒരു കോമഡി ഉണ്ട്. ഇങ്ങനെ ഒരു അൻപേ ശിവം എന്ന് പറഞ്ഞൊരു പടം എടുത്തിട്ടുണ്ട്. കമലഹാസൻ എഴുതി കൊടുത്ത കഥയാണ്. എനിക്ക് സ്ക്രീൻ പ്ലേയും കമലഹാസൻ തന്നെയാണ്. ചിലപ്പോൾ ഡയറക്ട് ചെയ്തത് കമലഹാസൻ തന്നെ ആയിരിക്കും, പക്ഷെ പേരിങ്ങേരെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങേര് ഇതുപോലത്തെ ജിമിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ അയാൾ എടുക്കത്തുള്ളൂ. ഇതുപോലെ ഇപ്പോഴും കണ്ടിട്ടില്ലേ മറ്റേ എന്തോ ഒരു പ്രേതത്തിന്റെ പടം ഉണ്ട്, ഒരു 100 എപ്പിസോഡ് ഇപ്പോൾ വരും. ഇപ്പം 3ാമത്തെ എന്തോ വന്ന് ഈ കഴിഞ്ഞ വർഷം ഇപ്പൊ 4ാമത്തെ വരാൻ പോകണമെന്നൊക്കെ കേട്ടത്. എന്തോന്നോ പേരാണ്. അയാളുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സഹിക്കൂലടേ. വരലക്ഷ്മിയൊക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നു, തുണി ഊരുന്നു, വെള്ളത്തിലോട്ട് ചാടുന്നു. അത് കണ്ട് വായി നോക്കി നിൽക്കുന്ന നടനും ഫ്രണ്ട്സ്. ഞാൻ ഇതൊന്നും നമുക്ക് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോ കാണുമ്പോ പോടാന്ന് പറയും. പക്ഷെ ഇത് അന്ന് എടുത്ത സിനിമയാണ്. ഇത് എങ്ങനെ ഈ സിനിമ ഇത് റീ റിലീസ് അല്ല, ഈ സിനിമ റിലീസേ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ വിടാമുയർച്ചി ജാനുവരി 10-ാം തീയതി ഇറങ്ങായിരുന്നാണ്. അത് മാറിയപ്പം ആ സ്ലോട്ടിൽ ഇവർ എങ്ങനെയൊക്കെയോ ആരെയൊക്കെയോ കൈയും കാലും പിടിച്ച് ഈ സാധനം ഇറക്കുകയും ഈ സിനിമ ഹിറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നത് പൊങ്കൽ ഈ സിനിമ തൂക്കുന്നാണ്. ബിക്കോസ് ആൾക്കാർ മറ്റേ നമ്മുടെ അശ്വന്ത് ഗോക്ക് പറയണമല്ല, മലങ്കൾട്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ചിരിക്കാം, ജോളി ആയിട്ട് പോയി ചിരിച്ച് മറിഞ്ഞ് വരാന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡിലാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ ഞാനും പിന്നെ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തമിഴ് സിനിമയൊക്കെ എന്ത് മാറിയെന്നു. ഇവിടെ ആ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ പടം പോയി കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എവിടെ നിന്നു 2012 എഡിറ്റിങ്ങിലാണെങ്കിലും ടെക്നിക്കൽ പരിപാടിയാണ് ആ ഒരു എവല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ പടം വെർത്താണ്, പോയി കാണുക. പിന്നെ സന്താനത്തിന്റെ ചില സാധനങ്ങൾ, പിന്നെ മറ്റേ ആ മനുഷ്യന്റെ ഒരു കോമഡി ഉണ്ട്. അയാളെ പേരെന്തോന്നടേ, അയ്യോ മനോബാലയുടെ അയ്യോ ആ ഒരു സാധനം എനിക്ക് കൺട്രോൾ ഇട്ടാൽ ഞാൻ ചിരിച്ച് മറിഞ്ഞ് ഞാൻ സാധനം. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ല, സന്താനത്തിന്റെ ചില കട്ട സാധനങ്ങളുണ്ട്. അതല്ല പിന്നെ വിശാലിന്റെ ഒരു 6 പാക്ക് ബോഡി കാണിക്കുന്ന ഒരു പരിപാടി വേണം. അതൊക്കെ ഷോർട്ട് എടുത്ത് വെച്ചേക്കണ കാണാം. ഡർദേ ഡിസ്കോയൊക്കെ മാറി നിൽക്കും. ആ റേഞ്ചാണ്. പെയിന്റ് വീഴുന്നു, പെയിന്റിൽ നിന്ന് എണീക്കുന്നു, വെള്ളം ചീറ്റുന്നു, വെള്ളത്തിൽ നിന്ന് മൊത്തം ഇത് പെയിന്റ് മാറുമ്പോൾ 6 പാക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. പല ഷോട്ടുകൾ 6 പാക്ക് തിളങ്ങുന്നു, 6 പാക്കിൽ നിന്ന് വെളിച്ചം വരുന്നു, ഫ്ലാഷ് അടിക്കുന്നു. അമ്മാതിരി എഡിറ്റിംഗ് സ്റ്റൈലൊക്കെ ഉണ്ട്. ഞാൻ പറയാം അമ്മാതിരി ഒരു കാത്തി സാധനമാണ് മക്കളെ. ഇത് ടോപ്പ് നോച്ച് മറ്റേ വേറെ റേഞ്ച് പടമെന്നൊന്നും പറഞ്ഞ് പോയി കാണരുത്. പോയി ഫ്രണ്ട്സ് ഒരു 5-10 പേരുമായിട്ട് ചേർന്ന് അടിച്ച് പൊളിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വധമാണ്, അൾട്രാ വധം. പക്ഷെ നിങ്ങൾ ആ റേഞ്ചിൽ ഈ പടം ഇരുന്ന് കണ്ടു കഴിഞ്ഞാണല്ലോ, ദിസ് ഈസ് ഫൺ. ഞാൻ ഒരിക്കലും ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഹാവ് ഫൺ. അങ്ങനത്തെ ഞാൻ കംപ്ലീറ്റ് ടോക്സിക് ജോക്സ്, മറ്റേ എന്തിനാണ് പറയണത്, മറ്റേ സാധനമല്ല, പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസിന്റെ ഒക്കെ വേറെ റേഞ്ച്. നിങ്ങൾക്ക് ചില സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ആലോചിക്കും, അയ്യോ ഇതൊക്കെ എങ്ങനെയാടാ ഒരു തന്ത പറയണേന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോണ സാധനങ്ങളൊക്കെയാണ്. എന്നാൽ അതിൽ ചില നല്ല ജോക്സും ഉണ്ട്. അമ്മയെ തള്ളക്കി വിളിക്കുന്നത്, അങ്ങനെയൊക്കെ കുറെ സാധനം ടിപ്പിക്കൽ സന്താനം ഐറ്റംസ്. ജസ്റ്റ് വെറുതെ പോവുക, എൻജോയ് ചെയ്യുക, ജസ്റ്റ് ഷട്ട് യുവർ ബ്രെയിൻ ഓഫ്. ചില സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളും കാണണോടെ. എപ്പോഴും നമ്മൾ മറ്റേ ഇന്റലക്ച്വൽ മറ്റേ കട്ട വേറെ ലെവൽ മേക്കിംഗ്, ഗംഭീര സ്ക്രീൻ പ്ലേ, അത് മാത്രമല്ല ഇമാതിരി മതവും കാണണം, അതും എൻജോയ് ചെയ്യാം. എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഹാഫിൽ മറ്റേ സാധനമാണ്. എന്നിട്ട് ദിലീപിന്റെ പടം ഉണ്ടല്ലോ കാര്യസ്ഥൻ, അതിന്റെ കുറച്ചൊക്കെ ഉണ്ട്. പല സിനിമകൾ മിനിഞ്ഞ് മറിഞ്ഞു പോകും. വേറെ മുട്ട ഡയലോഗ് ഉണ്ട്. 3M ഒരു വില്ലന്റെ അടുത്ത് പറയണം, നിന്റെ 3M ഞാൻ കളയും. ഒന്നെന്തിനായിരുന്നു മിനിസ്റ്റർ, പിന്നെ മീഡിയ, പിന്നെ മണി. വില്ലം എന്ന് പറഞ്ഞിട്ടോ ഈ 3M എൻ്റെ അടുത്ത് ഉള്ളകത്താൻ കാലം നിനക്ക് എൻ്റെ ഇതുപോലും തൊടാൻ പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ നടൻ പറയണ്ടായില്ല, നിന്റെ 3M കളഞ്ഞിട്ട് നിന്റെ മൊട്ട അടിപ്പിക്കുന്നൊക്കെ. എടാ ഈ റേഞ്ച് സാധനമാണ്. അപ്പം അത് മനസ്സിലാലോചിച്ച് പോയി കാണുക. വേറെ റിലേറ്റഡ് ഞാൻ എൻജോയ് ചെയ്തു. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ്.